അമ്മ മാതാവിൻ്റെ ആ ഒരു സംരക്ഷണവും കരുതലും എപ്പോഴും എവിടെയും ഇപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയുടെ മേഖലകളാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും എപ്പോഴും ആ അമ്മ മാതാവിൻ്റെ ആ ഒരു കരുതലും സ്നേഹവും സംരക്ഷണവും ഒക്കെ നമ്മുടെ കൂടെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എല്ലാം നല്ലൊരു സക്സസ്സിലെത്തും. അമ്മേനെ എപ്പോഴും നമ്മളെവിടെ പോയാലും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപേയൊക്കെ നമ്മൾ അമ്മേനെ നമ്മുടെ കൂടെ ആയിരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കണം. അമ്മേ, ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ, അങ്ങേ നീല ഡ്രസ്സിന്മേൽ ഞങ്ങളെ പൊതിഞ്ഞ് റാപ്പ് ചെയ്ത് പിടിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ അമ്മയും മാലാഖമാരും ഒക്കെ നമ്മുടെ ചുറ്റും എല്ലാ പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു ധൈര്യമായി നമുക്ക് നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു ധൈര്യമാണ്. നമ്മുടെ പുറകിൽ നമ്മൾ പുഷ് ചെയ്ത ഒരാൾ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളൊന്നും കൂടി ധൈര്യപ്പെടും. അല്ല, ചില സമയത്ത് നമുക്കൊരു ഫിയർ ഉണ്ടാവും, ചെയ്യാതെ ശരിയാവുമോ, അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോവോ, അങ്ങനെ ഒത്തിരി ഫിയേഴ്സ് വരും. പക്ഷേ ആ ഒരു മാതാവിൻ്റെ സംരക്ഷണവും അതുപോലെ മാലാഖമാരും ഒക്കെ നമ്മുടെ ചുറ്റും ഉള്ളപ്പം നമുക്ക് ഇങ്ങനത്തെ ഓരോ പ്രവൃത്തിയും നമ്മളെ പിൻവലിക്കുന്ന പ്രവൃത്തികളിലൊക്കെ നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാനൊക്കെയുള്ളൊരു ധൈര്യവും ഒക്കെ ലഭിക്കുന്നു. നല്ല ഒരു ബൈബിൾ വേർഡ്സ് ഉണ്ട്. സങ്കീർത്തനം 34 അധ്യായം 7 വാക്യം. അത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. വളരെ മനോഹരമായ ഒരു ബൈബിൾ വചനമല്ലേ ഇത്? ജസ്റ്റ് നമ്മളൊന്ന് കണ്ണടച്ചിരുന്നിട്ട് ആ ബൈബിൾ വചനം ഒന്ന് ഗ്രഹിക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്ന് ആലോചിക്കുക. നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം. നമ്മൾ ദൈവഭക്തരായി നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും കർത്താവിൻ്റെ ദൂതർ എന്ന് പറയുന്നത് ഏഞ്ചൽസാണ്. ഏഞ്ചൽസ് നമുക്ക് ചുറ്റും പാളയമടിച്ച് നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ആപത്ത് ഘട്ടത്തിലാണെങ്കിലൊക്കെ ഈ ഏഞ്ചൽസ് നമുക്ക് ചുറ്റും നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ചുറ്റുമുണ്ടായിരിക്കുന്നത്. ദൈവഭക്തരുടെ ചുറ്റുമാണ് ഏഞ്ചൽസ് ഇതുപോലെ എന്താ പറയുക സറൗണ്ട് ചെയ്ത് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മൾ തന്നെ ആലോചിക്കുക. നമ്മളായിരുന്ന ആ പേഴ്സൺ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ആ അവസ്ഥയിലും നമുക്ക് ചുറ്റും മാലാഖമാർ, നമ്മളൊരു ജോലി ചെയ്യുവാണ്, അപ്പോൾ നമുക്ക് ചുറ്റും മാലാഖമാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പറയുവാണ് ഈ ജോലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു യാത്രയിലാണ്, അപ്പം ഈ മാലാഖ വൃന്ദങ്ങൾ ഏഞ്ചൽസ് നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ് ആ യാത്രയിലും. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന എത്ര ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ആ ഓരോ കാര്യത്തിലും അവരുടെ ആ ഒരു കരുതലും അവരുടെ ആ ഒരു സപ്പോർട്ടും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നമുക്ക് അവരുടെ ആ ഒരു സംരക്ഷണം ഉണ്ടായിരിക്കാൻ വേണ്ടി ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 34:7 ജസ്റ്റ് ഒരു നോട്ട്ബുക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ ഈ വചനം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്ക് പറയുക. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു എന്നിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയണം. നമുക്ക് ചുറ്റും, എൻ്റെ ചുറ്റും ഇതുപോലെ കർത്താവിൻ്റെ ദൂതർ ഉണ്ട്. എനിക്ക് എൻ്റെ എല്ലാ യാത്രയിലും എൻ്റെ എല്ലാ പ്രവൃത്തികളിലും എല്ലാം അവരുടെ ആ ഒരു സംരക്ഷണം എനിക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുക. അത് നമുക്ക് തന്നെ ഒരു ബലമായിരിക്കും, ഒരു ധൈര്യമായിരിക്കും. ഇപ്പോൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒക്കെ ചില പ്രവൃത്തികളൊക്കെ നമുക്ക് ഫിയർഫുള്ളായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമുക്കത് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള ഒരു ധൈര്യം നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദൂതർ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും.
ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എനിക്കാണെങ്കിലിപ്പം ഞാനിപ്പോൾ റീസെൻ്റായിട്ടാണ് ഡ്രൈവിങ് പഠിച്ചത്. അപ്പം ഇതിലെയുള്ള ലോക്കലായിട്ടുള്ള ആ റോഡിൽ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോകും എന്നല്ലാതെ സിറ്റിയിലോട്ടൊന്നും പോകാനുള്ള അത്രയും എനിക്ക് ധൈര്യമില്ല. വലിയ ട്രാഫിക് വരുന്നു, വേറെ വണ്ടികൾ വരുന്നു, വണ്ടികളുടെ ഹോൺ അടിക്കുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡാണ്. ഒരു ആപ്പാടൊരു ഡിസ്കംഫർട്ട് വരും. അപ്പം ഞാൻ ഇങ്ങനെ സിറ്റിയിലോട്ട് അങ്ങനെ പോകത്തേ ഇല്ല. പോവുകയാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലും വേണം, അല്ലാതെ തന്നെ പോകത്തില്ല. പോകാനുള്ള ഒരു ധൈര്യമില്ല, അങ്ങനെ തന്നെ പറയാം. അപ്പം പേടിയാണ്. എന്തെങ്കിലും വണ്ടി വന്നാൽ പിന്നെ സൈഡ് കൊടുക്കണം, പിന്നെ ട്രാഫിക് സിഗ്നൽ നോക്കണം, അങ്ങനെ ഒത്തിരി ഒത്തിരി തോട്ട്സ് വരും. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തൊരു മെത്തേഡാണ്. കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് പോകണമായിരുന്നു, ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, അത്യാവശ്യത്തിന് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തു, എന്താണ് ഒന്ന് പരീക്ഷ നോക്കാം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പോകാം എന്നൊരു ഇതിൽ വണ്ടിയൊക്കെ എടുത്തു. ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ വണ്ടി ഒതുക്കിയിട്ട് വേറെ ഓട്ടോയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാം എന്നൊക്കെ രീതിയിലാണ് പോയത്. പിന്നെ അങ്ങ് ഇറങ്ങി ജസ്റ്റ് വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് ഞാൻ പോകുന്നത്. വണ്ടി ഇരുന്നുകൊണ്ട് ജസ്റ്റ് ഒരു കർത്താവിൻ്റെ മലാഹയും വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലിയിട്ട് രഹസ്യം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രഹസ്യം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങനെ നന്മ എന്ന് പറയുമ്പോൾ ചൊല്ലി പരിശുദ്ധം അറിയുമ്പോൾ ചൊല്ലി അങ്ങനെ ജസ്റ്റ് ആ ഒരു കൊന്ത ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ എന്താണെന്നറിയില്ല, നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആ യാത്രയിലെല്ലാം. വണ്ടി എൻ്റെ ഫ്രണ്ടിലൊന്നും വേറെ നമുക്കിങ്ങനെ തടസ്സമായിട്ട് വരുന്ന വണ്ടികളൊന്നും വരുന്നില്ല. അതുപോലെ ടേൺ എടുക്കേണ്ട സ്ഥലത്തൊക്കെ അവിടെ വേറെ വണ്ടികളും ഒന്നും അങ്ങനെ ഒരു ഡിഫിക്കൽറ്റിയേ ഇല്ല. അതുപോലെ സിഗ്നൽസ് ആണെങ്കിൽ തന്നെ സിഗ്നൽ പാസ് ചെയ്യേണ്ടടുത്ത് തന്നെ എൻ്റെ ഫ്രണ്ടിലും വേറെ പാസ് ചെയ്യാനുള്ള വണ്ടികളുണ്ട്. അവരൊക്കെ ഒരു ബഹളമൊന്നും ഇല്ലാതെ ഭയങ്കര കാമായിട്ടിരിക്കുന്നു. യൂഷ്വലി നമ്മളിപ്പം ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായ ഹോണടികളും ബഹളവും എല്ലാം സാധാരണ ഉള്ളതാണ്. പക്ഷേ എന്തോ ഞാനിങ്ങനെ കൊന്തയൊക്കെ ചൊല്ലി എൻ്റെ കൂടെ മാതാവ് എനിക്ക് സംരക്ഷണമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ആ വണ്ടി എടുത്ത് പോയത്. ആ മാതാവിൻ്റെ ഒരു സംരക്ഷണം ആ ഒരു യാത്രയിൽ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആ ഒരു യാത്ര ഭയങ്കര സക്സസ് ആയിരുന്നു. പിന്നെ യൂഷ്വലി നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഉള്ള വലിയൊരു ഡിഫിക്കൽറ്റിയാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യക്കുറവ്. ഒന്നെങ്കിൽ മൊത്തം കൺജസ്റ്റഡ് ആയിരിക്കും. ഈ സൈഡിലൊക്കെ വണ്ടി ഒതുക്കിയിടുക എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നമില്ല, പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ വണ്ടി ഒതുക്കിയിടാനും അതൊക്കെ ഒരു ഹെക്റ്റിക് ടാസ്ക്കാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോവാണ്. അത് നല്ലൊരു റഷായിട്ടുള്ള അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. പോകുന്ന സമയത്ത് ഒരു വേക്കൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് അത് എനിക്ക് വേണ്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ച പോലെ നല്ലൊരു ഒതുങ്ങിയൊരു സ്ഥലം, വണ്ടി നമുക്ക് നന്നായിട്ട് പാർക്ക് ചെയ്യാനായിട്ടൊക്കെ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ആ പാർക്കിംഗ് ഏരിയ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം എനിക്ക് സ്മൂത്തായിട്ട് തന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിടാൻ സാധിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വണ്ടി നമ്മൾ തിരിക്കണമല്ലോ. അപ്പോൾ ഈ ട്രാഫിക്കുള്ള സ്ഥലത്തോട്ട് നമ്മൾ വണ്ടി തിരിക്കുക എന്നുള്ളതും ഒരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പം അത് നോക്കി നമ്മൾ തിരിച്ചില്ലെങ്കിൽ വണ്ടി മുട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തിരിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണെങ്കിൽ പോലും വണ്ടികൾ എന്താ പറയുക, അവരൊന്ന് അവിടെ നിർത്തി തന്ന് സ്മൂത്തായിട്ട്, ആരും വലിയ ബഹളമൊന്നും ഇല്ലാതെ എനിക്ക് സ്മൂത്തായിട്ട് വണ്ടി തിരിച്ച് എടുത്തുകൊണ്ട് ഇങ്ങനെ പോരാനൊക്കെ സാധിച്ചു. ഒരു ഡിഫിക്കൽറ്റി എനിക്ക് ആ ഒരു യാത്രയിൽ, ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് സിറ്റിയിലോട്ടൊക്കെ, എന്നാൽ പോലും ഒരു ഡിഫിക്കൽറ്റിയും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്കെന്തോ ഒരു ധൈര്യം ഉണ്ടായി. പോകണം, പോയാലും എനിക്കൊരു സംരക്ഷണം ഉണ്ടാവും, ധൈര്യം സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഞാനങ്ങ് പോയി. ആ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് അങ്ങ് പോയി. ഒരു സംരക്ഷണമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ആ ഒരു ജേർണിയിൽ എനിക്ക് ആ ഒരു മാലാഖ വൃന്ദങ്ങളുടെ ആ ഒരു സംരക്ഷണം ലഭിച്ചത് കൊണ്ടാണ് ആ ഒരു ജേർണി അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവ് എനിക്ക് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വരാനായിട്ടുള്ള ആ ഒരു അനുഗ്രഹം ലഭിച്ചു. ഒരു ഡിഫിക്കൽറ്റി ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഒന്നുമില്ലാതെ നല്ലൊരു സംരക്ഷണത്തിലായി തിരിച്ചു വരാൻ സാധിച്ചു. അപ്പം അതുപോലെ നമ്മളാവുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണ്, ഇതൊരു ചെറിയൊരു എക്സാമ്പിളാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ്, ഒരു എക്സാം എഴുതണമുണ്ട്, അല്ലെങ്കിൽ ഒരു യാത്രയുണ്ട്, പിന്നെ എന്താണ് ഒരു ജോലിക്ക് പോവുകയാണ്, അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു. അപ്പം നമുക്ക് ചുറ്റും ഇങ്ങനെ ഏഞ്ചൽസ് വന്നിരിക്കുന്നതൊക്കെ ആയിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് ആ യാത്ര അങ്ങ് മുൻപോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു സംരക്ഷണമായിട്ട് മാതാവും മാലാഖ വൃന്ദങ്ങളും ഈശോയും ഒക്കെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല